കുറേ നാൾ മുമ്പ് 10-11 ആൾക്കാർ കൂടിയിട്ട് ഒരു വണ്ടിയിൽ, അതായത് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്, ഒരു വണ്ടിയിൽ പോയിട്ട് അതിൽ 3-4 ആൾക്കാർ മരിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അതും നമ്മുടെ കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിൽ നിന്നാണ്. വീട്ടുകാരോ അല്ലെങ്കിൽ ഹോസ്റ്റൽ വാർഡനോ മറ്റവരോ അറിയാതെയാണ് പോയത്. ഇന്നലെ ഇപ്പോഴും 3 MBBS വിദ്യാർത്ഥികളാണ് കൊയിലാണ്ടിയിൽ വെച്ച് മരണപ്പെട്ടത്. അതായത് ഒരു സ്കൂട്ടറിൻ്റെ പുറകിൽ 1.5 മണിയോട് കൂടിയിട്ട് എന്തിനാ പുറത്തിറങ്ങിയെന്ന് നമുക്കറിയില്ല. പഠിക്കുന്ന പിള്ളേരെന്ന് പറഞ്ഞാൽ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പഠിക്കാൻ പോകണം, അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള തോന്നിയവാസത്തിന് പോകരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. എന്തിനാണ് വെറുതെങ്കിലും മാതാപിതാക്കളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഒരു ഇലക്ട്രിക്കൽ സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് വലിയ കഷ്ടപ്പാടാണ്. അതിൻ്റെ അകത്താണ് 3 പേരാണ് പോകുന്നത്. നിങ്ങൾ രാത്രി ഒരു 2 മണിക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഒരുപാട് പെൺപിള്ളേരും അതുപോലെ ആൺപിള്ളേരും ഇവരൊക്കെ വന്നിട്ട് ഈ രാത്രി തുറക്കുന്ന ചില കടകളുണ്ട്, അതിൻ്റെ അടുത്ത് വന്നിട്ട് സിഗരറ്റ് വലിക്കുന്നതും അതുപോലെ ചായ കുടിക്കുന്നതും ബിസ്ക്കറ്റ് തിന്നതും ഇതൊക്കെ കാണാൻ കഴിയും. പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈക്കിൽ 2-3 ആൾക്കാരായിരിക്കും. എന്തിനധികം പറയുന്നത് 4 പേര് വരെ പോകുന്ന സംഭവമുണ്ട്. അതായത് ഇന്നത്തെ സിനിമയും കാര്യങ്ങളൊക്കെ നമ്മളെ കാണിക്കുന്നത് എന്താണെന്നറിയാം. ഇതിനിടയ്ക്ക് ഞാനൊരു സിനിമ ഉണ്ട്, പ്രകമ്പനം എന്ന ആ സിനിമേൻ്റെ പേര്. ആ സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഹോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വലിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെ എന്ന് പറഞ്ഞാൽ കുട്ടികളെ സ്വാധീനിക്കുകയാണ്. അവർ പറയുന്നൊരു കാര്യം അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന ഒരു കാര്യം, ഇത് കഴിഞ്ഞാൽ ഈ പഠിത്തം വരെ മാത്രമേ നമുക്ക് എൻജോയ്മെൻ്റ് ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ നമുക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാൻ കഴിയില്ല. കുടുംബമായി, പ്രാരാബ്ധമായി, പിന്നീട് ജോലി ചെയ്യണ്ടേ. അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഇവൻ ഒന്നുകിലും എന്ന് പറഞ്ഞാൽ കുടിയനായി മാറിയിട്ടുണ്ടാകും, ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ഇതുപോലെ മയക്കുമരുന്നിൻ്റെ അടിമയായിട്ടുണ്ടാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 3 പേര് ഒരു ബൈക്കിൽ പോകുക, എന്താണ് അതിൻ്റെ ആവശ്യമെന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. അതായത് മാതാപിതാക്കൾ കഷ്ടപ്പെട്ടിട്ട് ഇവരെയൊക്കെ സീറ്റും വാങ്ങിച്ചു കൊടുത്ത് പഠിക്കാൻ വിട്ട് കഴിഞ്ഞാൽ പഠിക്കാൻ പോയിക്കൂടെ മക്കളെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഒരു ചായ കുടിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നിയമവശത്തിൽ പോയിക്കൂടെ? ഇതെന്ന് പറഞ്ഞാൽ 3 പേരൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ? പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ. ആ വണ്ടി ഇടിച്ച കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഏതോ വണ്ടി വന്ന് പുറകുന്ന തട്ടിയാന്ന് പറയുന്നുണ്ട്. അതുപോലെ അങ്ങനെ ഒരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ CCTVകളും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരികയാണ്. ഇനി അതൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ നടക്കട്ടെ. പിന്നെ 3 പേരെന്ന് പറഞ്ഞാൽ ഒരുമിച്ച് മരിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഹെൽമെറ്റ് ഉണ്ടാവില്ല. അതുതന്നെയായിരിക്കും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 3 പേര് പോകുമ്പോൾ, അല്ല എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ പോകുമ്പോൾ പോലീസുകാർ പൊക്കും, ഇവർക്ക് അങ്ങനെ ഒരു ഭയവും ഇല്ല. അതായത് ടൗൺ ഏരിയയിൽ പോലും എന്ന് പറഞ്ഞാൽ 3-4 ആൾക്കാർ ചേർന്നിട്ടാണ് ഒരു ബൈക്കിൽ പോകുന്നത്. അതെന്ന് പറയുന്ന ഓവർ സ്പീഡിൽ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രികാലങ്ങളിൽ വണ്ടി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ റോങ് സൈഡിൽ വന്നിട്ട് കയറാനുള്ള തൊരുതി ഉണ്ടാകും. ഇങ്ങനെയൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ യുവത്വം ഇങ്ങനെ നശിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാവരും കണക്കാണ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. മാതാപിതാക്കൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ കുട്ടികളെ ഹോസ്റ്റലിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കിടന്നുറങ്ങുകയല്ല വേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ദിവസമെങ്കിലും നിങ്ങൾ ആ ഒരു പരിസരത്തുള്ള അവിടെയൊക്കെയുള്ള തട്ടുകടയിൽ നിങ്ങൾ വന്നിരിക്കണം. ഒരു രാത്രി ഒരു 11 മണി മുതൽ ഒരു 3 മണി വരെ അടി ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോഴും നിങ്ങളെ മകളോ മകനോ അതിൻ്റെ അകത്ത് ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയുകയാണ്. പണ്ടൊരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത്, ആ സുഹൃത്തിനെ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞതാണ് ഒരു പ്രാവശ്യം, എന്നാലും ഞാൻ പറയുകയാണ്. ആ സുഹൃത്തിന് മകൾക്ക് പഠിക്കാൻ കൊടുത്തപ്പോൾ ഒരു റൂം വേണം. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല മോനെ ഹോസ്റ്റലിലുണ്ടല്ലോ പിന്നെന്തിനാന്ന് റൂം? അല്ല അവിടെ സ്വാതന്ത്ര്യമില്ല, 8 മണി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറണം, പിന്നെ അവർ പുറത്തു വിടൂല. ആലോചിച്ച് നോക്കണം നിങ്ങൾ. എന്നിട്ട് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് വേറൊരു റൂം എടുത്ത് കൊടുക്കുക, അതിൻ്റെ അകത്ത് 3-4 ആൾക്കാർ അവർ തമ്മിൽ ചോറ് വെക്കുക, തിന്നുക, ഇത് തന്നെ. അപ്പോഴെന്താ, അവർക്ക് തോന്നിയ പോലെ റൂമിൽ കയറിയാൽ മതി. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ 8 മണിക്ക് വരണം എന്നുള്ളത് ഒരു കുറ്റമായിട്ട് നിങ്ങൾ കാണണ്ട. നിങ്ങളെ മക്കളോട് പറയാം, നിങ്ങൾ പഠിക്കാനാണ് വന്നിരിക്കുന്നത്, അല്ലാതെ സിനിമക്ക് പോകാനോ ഷോപ്പിങ്ങിന് പോകാനോ അല്ലെങ്കിൽ ചായ കുടിക്കാൻ പോകാനോ. ഈ രാത്രി 2 മണിക്കുമാർക്ക് ഉറക്കില്ല, അതെന്തിനാ ചായ കുടിക്കാൻ പോകുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. പല സ്ഥലത്തും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അന്ന് മറ്റേ സാധനം അടിക്കും. ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ മറ്റേ അടിച്ചിട്ട് കിക്ക് വിടുന്നത് 3 മണിക്കായിരിക്കും. ആ 3 മണിക്ക് നല്ല വിശപ്പുണ്ടാകും, നമുക്ക് പോവുക. കാരണം എന്താ, ഈ സിനിമയല്ലേ കാണുന്നേ. ഇവന്മാരുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഗണപതിയും മറ്റവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുപ്പിയിടറാ അടിക്കുക എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ഈ ജീവിതത്തിൽ ഇങ്ങനെയാണെന്ന് ഇവന്മാർ വിചാരിക്കുന്നത്. ഇപ്പം മോഹൻലാൽ വെള്ളടിച്ച് നടക്കുന്ന ഇത് കണ്ടിട്ട് കുറേ ആൾക്കാർ പണ്ട് വെള്ളടിക്കാൻ പോയിനി. മോഹൻലാൽ പണ്ട് അധോലോകത്തിൽ ചേർന്നു എന്ന് പറഞ്ഞ് പോയിട്ട് അങ്ങനെ കുറേ ആൾക്കാർ പോയിട്ട് ബോംബെയിൽ പോയിട്ട് അധോലോകം കളിക്കാൻ നോക്കിയിനി പണ്ട് ഇന്ദ്രജാലൊക്കെ ഇറങ്ങിയപ്പോൾ. അതുപോലെയാണ് നമ്മുടെ യുവത്വം. ഇവിടെ എന്താണ് നടമാറി ചെയ്യുന്നത് അതാണ് ഇപ്പോഴും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറേ ആൾക്കാർ ബാംഗ്ലൂർ പോയിട്ട് സ്ഥലം അന്വേഷിച്ച് നടക്കല.
എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ഒരു സിനിമ ഇറങ്ങിയല്ലോ, അതിൻ്റെ അകത്ത് അവൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായിട്ട് മാറുന്ന ഒരു രംഗമുണ്ടല്ലോ. അങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് കുറേ എണ്ണം അങ്ങനെ അന്വേഷിച്ച് നടക്കുന്നത്. അങ്ങനെ എവിടെ പോയി കഴിഞ്ഞാലും നമ്മുടെ മലയാളി കുട്ടികളാണ് കുറച്ച് തിമ്മിളപ്പ് ജാസ്തി എന്നേ ഞാൻ പറയുള്ളൂ. ഉള്ള കാര്യം പറയുന്നതിന് എന്താ, ഭയങ്കര തിമ്മിളപ്പ് തന്നെയാണ് എവിടെ ചെന്ന് കഴിഞ്ഞാലും അതെ. അതുകൊണ്ട് എൻ്റെ പൊന്നി രക്ഷിതാക്കളെ, ഞാൻ കുറ്റം പറയലല്ല, മരിച്ചവരെ നമ്മൾ ഒരിക്കലും കുറ്റം പറയരുത്. ആ കുട്ടികളോടുള്ള സ്നേഹക്കുറവുണ്ടോന്നല്ല പറയുന്നത്. പക്ഷേ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ മക്കളെ അങ്ങനെ വിശ്വസിക്കരുത്. നിങ്ങൾ വിശ്വസിക്കാനേ പാടില്ല. നിങ്ങൾ രാത്രി വിളിച്ചു ചോദിക്കും, മോനെ ഉറങ്ങിയോ, മോളെ ഉറങ്ങിയോ, ഉറങ്ങി എന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങളങ്ങ് ഉറങ്ങരുത്. നിങ്ങൾ ചെയ്യണം. നിങ്ങൾ പലപ്പോഴും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, അതായത് ഒരു 4-5 വർഷമായിരിക്കും ഇവർക്ക് പഠിക്കേണ്ടത്, ഇത് 5 വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാവലിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങളെ മക്കളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. ഞാൻ എല്ലാ കുട്ടികളെയും അല്ല പറയുന്നത്, പക്ഷേ ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഒരുപാട് കുട്ടികൾ നശിക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഇതിന് താല്പര്യമില്ലാത്തവരുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടറൊക്കെ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ പണ്ട് ചെറുപ്പം മുതൽ ഡോക്ടറുടെ അച്ഛനോ ഡോക്ടറായ അച്ഛൻ്റെയും അമ്മയുടെയും മകനായിരിക്കും, അല്ലെങ്കിൽ മകളായിരിക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വലിയ ഉദ്യോഗസ്ഥന്മാരുടെ മക്കളായിരിക്കും. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാണ്. അതിവർ നല്ല രീതിയിൽ ആഘോഷിക്കാൻ നിൽക്കും. ഇവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, എന്താണ്, ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞു, കോളേജ് ലൈഫാണ് ഏറ്റവും മനോഹരമായ കാലം, ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞു മക്കളെ. പക്ഷേ നിങ്ങളുടെ മക്കൾ പോകുന്ന സ്ഥലത്തൊക്കെ അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ കുറേ നാൾ മുമ്പ് കൊച്ചിയിൽ മെട്രോ തൂണിൻ്റെ അടുത്ത് മെട്രോ തൂണിലിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരനും ഒരു 22 വയസ്സുള്ള ഒരു പെൺകുട്ടിയും മരണപ്പെട്ടു. അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകളുണ്ട്, എന്തിനാണ് ഈ പെൺകുട്ടി രാത്രി ഇറങ്ങിയത്. അപ്പോഴേക്കും പറഞ്ഞാൽ അവിടെ സദാചാരമായിട്ടുള്ള കുറേ ടീമുകൾ വന്ന് പറയുകയാണ്, അതെന്താ രാത്രി പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങിക്കൂടെ. അതായത് ഈ ഒരു കമൻറ്റ് ഇട്ടോനെ എല്ലാവരും കൂടി തേച്ചൊട്ടിച്ചു. എന്താണെന്ന് വെച്ചാൽ അയാൾ ചോദിച്ച ചോദ്യം ഇതാണ്, എന്തിനാണ് ഈ പെൺകുട്ടി അർദ്ധരാത്രി ഇതുപോലെ വേറൊരുത്തിൻ്റെ കൂടെ പോകുന്നത്. കാരണം അവനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി ബേക്കിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവൻ്റെ ബാക്കി എല്ലാ ത്രില്ലിങ്ങുകളും കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ നിൽക്കുക. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അപകടകരമായ രീതിയിൽ വണ്ടി ഓടിച്ചിട്ട് മരിച്ചിട്ട് ആയിരിക്കാ പോയത്? ആ കമൻ്റ് ഇട്ടോണ്ട് പോയോ? ആ കമൻ്റ് ഇട്ടോൻ ചോദിച്ചത് കാര്യമല്ലേ? പഠിക്കാൻ വിട്ട് കഴിഞ്ഞാലോ ജോലി ചെയ്യാൻ വിട്ട് കഴിഞ്ഞാലോ നമ്മൾ ജോലി ചെയ്യുക, അല്ലാതെ വല്ലോൻ്റെയും ബൈക്കിൻ്റെ പുറകെ കിടന്ന് പോകാനോ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ ഫ്രണ്ട്ഷിപ്പല്ലേ എന്ന് പറഞ്ഞിട്ട് ഇപ്പം കുറേ എണ്ണം തുടങ്ങിയിട്ടുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ശ്രദ്ധിച്ചോ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചോ. കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ കുറേ എന്താ പറയേണ്ടത്, ഇവിടെ എന്തോ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ്. മണ്ണാൻ കട്ടിയാണ്. സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ ഇവരൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല, ഒരു ചുക്കും ഉണ്ടാവില്ല. ഇവിടെ എല്ലാവരും വില്ലവായിൽ വർത്താനം പറയുമായിരുന്നു. സ്വന്തം മക്കളെ കാര്യം എടുത്ത് നോക്കുമ്പോൾ അവിടെ അത് വേണ്ട, ആരാൻ്റെ മക്കളെ കാര്യത്തിൽ അവർക്ക് പ്രശ്നമുള്ളൂ. മനസ്സിലായെങ്കിൽ? അല്ലാതെ ഇവിടെ വിചാരിക്കുന്നത് ഇവിടെ കുറേ എണ്ണമുണ്ട് സ്വന്തം കുടുംബം പോലും ഇല്ലാതെ, എന്താ പറയുക, കുടുംബമായിട്ട് ജീവിക്കുന്നവരോട് അസൂയ തോന്നുന്ന, അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ചവിട്ടി മെരുത്തുന്ന അവരൊക്കെ കുലസ്ത്രീകളാണ്. കുലസ്ത്രീകൾക്ക് എന്താണ് ഒരു കുറവ്? അവർ വീട്ടിലിരുന്നോട്ടെ. മനസ്സിലാക്കാറുണ്ട്, കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്. അവരെ കാണുമ്പോഴും ഒരു ചൊറിച്ചലില്ല. ഇവിടെ എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ സ്വന്തം കാര്യങ്ങൾ വരുമ്പോൾ എന്താ, സ്വന്തം കാര്യം അത് നടക്കൂല. സ്വന്തം കാര്യത്തിൽ സ്വന്തം മകളെ ചിലപ്പോൾ വേറൊരു മതത്തിനെ പ്രേമിച്ചാലോ അല്ലെങ്കിൽ വേറൊരു താഴ്ന്ന ജാതിനെ പ്രേമിച്ചാലോ ഇവന്മാർ കെട്ടിച്ചു കൊടുക്കുമോ? ഒറ്റെണ്ണം കെട്ടിച്ചു കൊടുക്കത്തില്ല. പക്ഷെ അന്യൻ്റെ എന്ന് പറഞ്ഞാൽ ഇവർക്കെന്തോ ഒരു സംഭവം എന്നാ പറയുന്നത്, ഇത് കൊണ്ടുവരണം, അല്ലെ മാങ്ങാത്തൊലി കൊണ്ടുവരണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രക്ഷിതാക്കളോടാണ് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ സൂക്ഷിച്ചോ. ഇവന്മാരുടെ വർത്തമാനവും കേട്ടിട്ട് പോയിട്ടുണ്ടെങ്കിലേ നിങ്ങളെ മക്കൾ ജീവനോടെ ഉണ്ടാവില്ല. അത് എനിക്ക് പറയാനുള്ളൂ ആയിരുന്നു. അതുകൊണ്ട് എന്താവശ്യത്തിനായാലും പഠിക്കാൻ വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ പഠിക്കുക. 1.5 മണിക്കും 2 മണിക്കും കറങ്ങി നടക്കുന്ന സ്വഭാവം നിർത്തുക. നമ്മളൊക്കെ പണ്ട് എന്ന് പറഞ്ഞ് 7 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ വിടില്ലായിരുന്നു. നമ്മൾ എന്നിട്ട് എന്തോ മോശമായി പോയിനാ. നന്ദി, നമസ്കാരം. ഹൈപ്പ് ചെയ്യണേ.